ചട്ടിയിൽ നോക്കിയേ, ഇതല്ല, ഇതാണ് നമ്മളെ കൂന്തൽ റോസ്റ്റ്. നന്നായിട്ട് നമ്മൾ 5 മിനിറ്റ് കുക്ക് ചെയ്ത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. നമ്മൾ ഫിഷിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ മാക്സിമം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ നോക്കുക. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, നല്ല ഫിംഗർ കട്ട് ചെയ്ത് ജിഞ്ചർ ഇല്ലെങ്കിൽ വേണ്ടേ. നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കൊച്ചുള്ളി, അതായത് 2 മുഴുത്ത സവാള നോക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക്, ചെറുള്ളിയും സവാളയും കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ സവാളയും കൊച്ചുള്ളിയൊക്കെ ചെറുതായിട്ട് ഇവിടെ വഴണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ, നമ്മളെ കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂണ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഓക്കെ, ആഡ് ചെയ്യാം. ആണ് നമ്മളെ പെരിഞ്ജീരകം പൊടിച്ചത്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മളെ കൊച്ചുള്ളി സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മളെ തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണം. അപ്പം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഉടഞ്ഞിട്ട് ഈ കറിയിൽ മിക്സായിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ അടുത്ത പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെട്ടി ക്ലീനാക്കി കൂന്തൽ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാം. കൂന്തലിട്ട് നന്നായിട്ട് ഈ മസാലയിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മളെ മസാലയിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് ഇളക്കി പിടിപ്പിക്കുക. എവിടെയൊക്കെ ഭയങ്കര ചൂടാട്ടാ, റസ്കേമയിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല കൂന്തൽ റോസ്റ്റ് നമുക്കിവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മല്ലി ഇലയും കൂടി ഇട്ടിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. നന്നായിട്ട് ഇത് നോക്കിയാൽ, ചട്ടിയിൽ നോക്കിയാൽ, ഇതല്ല, ഇതാണ് നമ്മളെ കൂന്തൽ റോസ്റ്റ്. നന്നായിട്ട് നമ്മൾ 5 മിനിറ്റ് കുക്ക് ചെയ്ത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്.